മനോജ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. റിപ്പബ്ലിക് ഓഫ് കേപ്പ് വെർദെ ലോകത്തിലെ ദുർബലരായ അനേക കോടി ജനങ്ങൾക്ക് വേണ്ടി ആ 11 പേർ പന്ത് തട്ടുകയാണ്. ലോകകപ്പ് 32 നിന്നും 48 വളർന്നപ്പോൾ അവസരം കിട്ടിയതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഈ കുഞ്ഞൻ ദ്വീപിന്. നമുക്കറിയാമല്ലോ, ആഫ്രിക്കയിലാണ് ഇവരുടെ ലൊക്കേഷൻ. ഇവിടെ നിന്നവർ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ എത്തിയിരിക്കുകയാണ്. സാധാരണയായി ഇത്തരം ടീമുകൾക്കെതിരെ വമ്പൻ ടീമുകൾക്ക് ഗോളടിച്ച് പെട്ടെന്നവരെ എക്സിറ്റ് ആക്കുവാനാണ് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഫുട്ബോൾ ചരിത്രം പറയുന്നത്. ലോകകപ്പിന് തുടങ്ങുന്നതിന് മുമ്പ് അവർ പൊസിഷൻ ചെയ്യപ്പെട്ടത് എവിടെയാണ്? 2 ലോക ചാമ്പ്യന്മാർ ഉൾപ്പെട്ട ഗ്രൂപ്പ് എച്ച്. ആ ഗ്രൂപ്പ് എച്ചിൽ അവർക്ക് ഇഷ്ടംപോലെ ഗോളുകൾ അടിച്ചുകൂട്ടി അവരെ പെട്ടെന്ന് പുറത്താക്കാമെന്നാണ് എല്ലാവരും കരുതിയത്, അല്ലെങ്കിൽ ഫുട്ബോൾ പണ്ഡിറ്റുകൾ കരുതിയത്. ഇതുവരെ ഞാൻ പറഞ്ഞത് ഫുട്ബോൾ പണ്ഡിറ്റുകളുടെ കണക്ക് മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നത് ചരിത്രമായി. ആദ്യ മത്സരം സ്പെയിനുമായി. ലോകോത്തര താരങ്ങളുമായി ഗ്രൗണ്ടിലെത്തിയ സ്പെയിനെ സമനിലപ്പൂട്ടിൽ തളച്ച് അവർ മുന്നേറി. പേരുകേട്ട സ്പാനിഷ് അർമാഡ അവരുടെ ഈ ആക്രമണത്തിൽ മുങ്ങിപ്പോയി. അടുത്തതായി വരുന്നതാകട്ടെ ആരുമായിട്ടാണ്? 1950 ബ്രസീലിനെ കരയിപ്പിച്ച ഉറുഗ്വേ. ഉറുഗ്വേക്ക് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 21-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്കിലൂടെ ഒരു അത്യുഗ്രൻ ഗോൾ. 1966 ലോകകപ്പിന് ശേഷം ഒരു ടീം ലോകകപ്പിൽ ആദ്യമായിട്ട് ഗോൾ നേടുന്നത് ഈ ഒരു ഫ്രീ കിക്കിലൂടെയാണെന്ന ഒരു പ്രത്യേകത കൂടി ഈ ഗോളിനുണ്ട്. ഈ ലോകകപ്പിലെ ആദ്യത്തെ ഫ്രീ കിക്ക് ഗോളും ഇത് തന്നെയാണ്. അതുപോലെ ഉറുഗ്വേ തിരിച്ചടിച്ചു. ഉറുഗ്വേ തിരിച്ചടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചത് ഉറുഗ്വേ തിരിച്ചടിച്ചത് 2 ഗോളുകൾ അടിച്ചുകൊണ്ടാണ് ഇടവേളക്ക് മുമ്പ്. എന്നാൽ ഇടവേള കഴിഞ്ഞ് 60-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ഒരു താരം വീണ്ടും, അയാൾ അധികം പ്രശസ്തനൊന്നുമല്ല, പക്ഷേ ഉറുഗ്വൻ ഗോൾ പോസ്റ്റിലേക്ക് അദ്ദേഹം തൻ്റെ 2ാമത്തെ ഗോളും തൻ്റെ രാജ്യത്തിന് വേണ്ടി നേടുകയാണ്. അങ്ങനെ കേപ്പ് വെർദെ ഒരു അത്ഭുതമാവുകയാണ്. ഇനി അവർക്ക് നേരിടാനുള്ളത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയെ തോൽപ്പിച്ചാൽ അവർ ഇനി നോക്കൗട്ട് റൗണ്ടിലേക്ക് എത്തും. അതും ഒരു ചരിത്രമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.